നമ്മുടെ ഗോഡ്സിന്റെ അതിന്റെ ന്യൂ എംപയറിന്റെ സെക്കൻഡ് ട്രെയിലർ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് എനിക്ക് കാര്യം പറയാണ്. മൊണാർക്കിന്റെ ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിന്റെ സീരീസ് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നതാണ്. ആ സീരീസ് ആണ് ഞാനിപ്പോ കണ്ട് ഫുള്ളായിട്ട് വരുമ്പോ മൊത്തം കണ്ട് ഒരു 8 എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ഓസം. ഇത് എനിക്ക് തോന്നുന്നു പുതിയ എംപയർ ആയിട്ട് വരുന്ന വേറൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്റെ സ്റ്റോറി ആയിരിക്കും. വെരി ഡിഫറെന്റ്. ഗോഡ്സിന്റെ ഗോങ് ദ ന്യൂ എംപയർ ഇറ്റ്സ് എ പീക്ക് വേർഷൻ ഓഫ് ദിസ് മൂവി. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ആദം വിസാർഡ് ആണ്. സ്റ്റോറി ടെറി റോസിയോ. ഇങ്ങനെ ഞാൻ ഇപ്പൊ ഇങ്ങനെ കണ്ട് ഇങ്ങനെ കയറി വരുമായിരുന്നു. ഞാൻ ഇങ്ങനെ യൂട്യൂബിന്റെ ഹോമിൽ കണ്ടപ്പോഴേ ഞാൻ എടുത്തു നോക്കി. സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് ആ കൈ പൊങ്ങി വരുന്ന സീനായിരിക്കണം. അതെ, ഗോഡ്സിനോടെ കൈ മാറ്റി വെക്കുന്നുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ആണ് ഇത്. ഇതൊരു പീക്ക് ലെവൽ. ഇറ്റ് വാസ് പീക്ക് ലെവൽ. ഒരു എന്താ പറയാ, ഗോഡ്സിന്റെ നിറം മാറുന്നു, പിങ്ക് ലെവൽ ആവുന്നു, വേറെ ലെവലായിരിക്കും. എന്താ കുട്ടി അവള് മറ്റേ ചെറുപ്പത്തിലുണ്ടായിരുന്നേ. ഓ സീൻ ഈ സീന് കാണും ഗോഡ്സിന്റെ. ഇത് ഇത് മറ്റേ അവരുടെ എന്താ പറയാ, ഗോഡ്സിന്റെ താമസിക്കുന്ന മറ്റേ 1952 മൊണാർക്ക് നിർത്തുന്നത് അവിടെയാണ്. ബിയോണ്ട് ദ ലോജിക് എന്ന് പറഞ്ഞിട്ടാണ് മൊണാർക്ക് നിർത്തുന്നത്. അതെ, ബിയോണ്ട് ദ ലോജിക് എന്ന് പറഞ്ഞിട്ടാണ് മൊണാർക്കിന്റെ നിർത്തുന്നത്. അതിന്റെ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിന്റെ അകത്ത് അതില് ഇങ്ങനൊരു വേർഷൻ ഉണ്ട്. അവർ താഴോട്ട് പോകുന്നത്. അതായത് അവിടെ നമുക്ക് ദർ ഇസ് നോ ടൈം വെച്ചാ അവിടുത്തെ ഒരു 2-3 മിനിറ്റ് ഇപ്പുറത്തെ ഒരു 2-3 വർഷമായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. മാർച്ച് 29 ഇതൊക്കെ ഇവിടെ റിലീസ് ആക്കിയ മതിയായിരുന്നു. തിയേറ്ററിലെങ്ങാനും വന്ന എന്തായാലും ഞാൻ ന്യൂ എംപയർ. ഇറങ്ങി അവന്റെ കൈ പോകുന്നുണ്ട്. കോങ്ങിന്റെ കൈ പോകുന്നുണ്ട്. ഓക്കെ, കൈക്കെന്താ പറ്റുന്നുണ്ട്. ഓട്സില്ല. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച്. ആ കൈക്ക് എന്താ പറ്റിയായിരുന്നു ആ സമയത്ത്. മോനെ, ഐ തിങ്ക് റോബോട്ടിക്
കൈ വെച്ചിട്ടാണ് പിന്നെ ഗോഡ്സില്ല ഫൈറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് നോ. ഓ ഗോഡ്സില്ല ആൻഡ് കോ ദ ന്യൂ എംപയർ. ഓ ഓ, ഇത് പീക്ക് ലെവലാണ്. പീക്ക് ലെവൽ. ഇത് വാസ് എ പീക്ക് ലെവൽ. പീക്ക് പീക്ക്. ഇതൊക്കെ പോയി കണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തരിച്ചിരിക്കും. ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല. മാരക സാധനം. ട്രെയിലർ ഞാൻ 2-3 പ്രാവശ്യം എനിക്ക് കാണേണ്ടി വരും. 2-3 പ്രാവശ്യം കാണും. I think ഞാൻ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് അതിന്റെ ആ സീരീസിന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തനിച്ചിരിക്കണം. കാരണം അതിന് ബാക്കി അറിയത്തില്ല. ആ, ബാക്കി ബാക്കി എപ്പിസോഡ്സ് ഒന്നും വന്നിട്ടില്ല. 8 എപ്പിസോഡ് കൊണ്ട് നിർത്തിയതൊന്നും 8 എപ്പിസോഡോ 10 എപ്പിസോഡോ കൊണ്ട് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് കഴിഞ്ഞു. ഐ ലൈക്ക് ഇറ്റ്. ഐ വെരി വെരി ലൈക്ക് ഇറ്റ്. എല്ലാ അപ്പോ ശുഭരാത്രി. ബൈ ബൈ.